ഞാനിവിടെ ഡ്രസ്സിങ്ങിൻ്റെ ഇതിലോട്ട് കിടക്കുകയായിരുന്നേ. ഞാൻ മുമ്പ് പറഞ്ഞാൽ ഇതിൽ ഞാനിപ്പം ഗാർലിക്, ജിഞ്ചർ, കുറച്ച് ചില്ലി, ബേർഡ് ചില്ലി, കുറച്ചുകൊണ്ട് ഒഴിച്ചൊന്ന് ഫില്ല് ചെയ്ത് വെച്ചാൽ നമുക്കതൊന്ന് നല്ല ഇപ്പോൾ സോഫ്റ്റ് അല്ലേ, കുറച്ചൊന്ന് ക്രഞ്ചി ആക്കാനായിട്ട്. കാരണം മാംഗോയുടെ ആ ഒരു ടെക്സ്ചർ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് പഴുത്തതും കൂടെ അല്ലേ. പിന്നെ ഇത് ഡ്രസ്സിങ്ങിൻ്റെ ഫൈനൽ സ്റ്റേജാണ്. അപ്പോൾ ഞാൻ ഡ്രസ്സിങ്ങിന് വേണ്ടിയുള്ള ചതച്ച ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് മാറ്റുകയാണ്. ജാഗറി, മെൽട്ടായൻ്റെ. ഈ ഡ്രസ്സിങ്ങിൽ ഓയിൽ വേണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ നമുക്ക് കുറച്ച് ഹെൽത്തിയൊക്കെ ആക്കണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ആഡ് ചെയ്യാം, ആണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ ഒരു നാരങ്ങയുടെ നീര് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. എനിക്കൊന്ന് ആ ഒരു ജാഗരിയുടെ പീസും കൂടെ ഇടേണ്ടി വരും, കാരണം ജാഗരി കുറച്ച് കുറവാണ്. കുറച്ചും കൂടെ നാച്ചുറൽ പറഞ്ഞാൽ ടേസ്റ്റും വ്യത്യാസം ഉണ്ടാവും. അപ്പം ഇത് ഒന്ന് കട്ട് ചെയ്തതിൻ്റെ ഫ്ലഷ് വേണ്ട, അകത്തുള്ള ഫ്ലഷ് വേണ്ട, ഇത് വേണ്ട, പുറം മാത്രം. അത് നമ്മൾ അതേ സെയിം ഇതിൽ ജൂലിയായിട്ട് കട്ട് ചെയ്യാം. കാരണം എരി പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഡ്രസ്സിങ് റെഡിയായി. ലാസ്റ്റ് സ്റ്റേജിൽ തന്നെ ഇപ്പോഴേ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പപ്പായ മാംഗോയുടെ ആ ഒരു ക്രഞ്ചി ഫീലിംഗ് അങ്ങ് പോകും. അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ. അത് ഫിഷ് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു സ്റ്റീൽ പ്ലേറ്റ് തന്നാൽ അപ്പോൾ നമുക്ക് 3 പീസാക്കിയിട്ടുണ്ട് ഞാൻ ഫിഷ്. ബേസിക് മാരിനേഷൻ എന്തായാലും വേണം. കുറച്ച് ലെമൺ ജ്യൂസ് ബാക്കിയുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ഉണ്ടാകുമോ? വൈറ്റ് പെപ്പർ ആയാലും കുഴപ്പമില്ല, വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ അതായാലും മതി. മസ്റ്റേർഡ് അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടോ? മസ്റ്റേർഡ് പൗഡർ. ഓ, ഇപ്പോൾ ചോദിക്കുന്നതെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും ഹാപ്പിനെസ്. എന്ത് ചോദിച്ചാലും ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പോൾ എത്രത്തോളം നിങ്ങൾ അപ്പോൾ എത്രത്തോളം ഫുഡിന് നിങ്ങൾ ജീവിതത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതിന് സ്റ്റാർട്ട് ചെയ്യാം. അതെ, ആണല്ലോ ഫുഡീസിൻ്റെ. അപ്പം ഫിഷ് മാരിനേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സിലാണ്. കുറച്ച് ലൈം ജ്യൂസ്, സോൾട്ട്, പെപ്പർ, മസ്റ്റേർഡ് പൗഡർ ആഡ് ചെയ്തു. കുറച്ച് ഗാർലിക് ആഡ് ചെയ്യുകയാണ്, ഒരു ചെറിയൊരു ഗാർലിക് ഫ്ലേവർ കൊടുക്കാനായിട്ട്. കുറച്ച് പാഴ്സ്ലി നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ബാക്കി നമുക്ക് അതിനൊരു ക്രസ്റ്റ് കൊടുക്കാൻ നേരത്ത് ബാക്കി ആഡ് ചെയ്യാം. എല്ലാ ആൾക്കാരിലും ഒരു കലാകാരൻ ഒളിഞ്ഞിരിപ്പുണ്ട്. താങ്കളിപ്പോൾ ഒരു പാട്ടുകാരൻ എന്ന് പറഞ്ഞ പോലെ ഇത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. നമ്മുടെ ഫിഷിൻ്റെ ഫൈനൽ സ്റ്റേജിൽ നമ്മൾ ആ ബ്രെഡ് ഒരു 2 ബ്രെഡ്, ഈ ഫിഷിനൊരു നമ്മളൊരു ക്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ആണെന്ന് ചോദിച്ചത്. പഴയ ബ്രെഡ് എന്ന് വെച്ചാൽ കുറച്ച് ഡ്രൈ ആയ ബ്രെഡാണെങ്കിൽ ആ ഒരു ഇല്ല, കുഴപ്പമില്ല. നമുക്ക് ഫ്രഷ് ക്രംസാണ് വേണ്ടത്. ഈ ഒരു ഇതിന് എനിക്ക് ഫ്രഷ് ക്രംബാണ് വേണ്ടത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഡ്രൈ ആയിരിക്കണം. നമ്മുടെ കുറച്ച് പാഴ്സ്ലി ആഡ് ചെയ്യണം. ഇതൊരു കുറച്ചൊരു ഗ്രീനിഷ് കളർ കിട്ടും ക്രംബിന്. കുറച്ച് ബ്രെഡ് ഡ്രൈ ആണെങ്കിൽ അത്രയും ലംബി ആയിട്ട് വരില്ല. കുറച്ച് ലംബി ആണെങ്കിലും കുഴപ്പമില്ല, വി ക്യാൻ മാനേജ് ഇറ്റ്. ബാക്കി ഹെർബ്സും മുമ്പ് ഇരിക്കുന്നതിൽ കുറച്ച് തൈം ആഡ് ചെയ്യുന്നു. സോ നമ്മുടെ തൈം ചിക്കനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. തൈമ് നമുക്ക് ഒരു മിക്സ് ഹെർബ് ഫീലിംഗ് കിട്ടാനായിട്ടാണ് കുറച്ച് ഇടുന്നുള്ളൂ. ഇത് ഫ്രഷാണ്, ഡ്രൈഡ് ഉപയോഗിക്കാം. അപ്പം നമ്മൾ ലേശം തൈമും ബാക്കി കൂടുതൽ പാഴ്സലി ഇട്ടു. സോൾട്ട്, ഒരു പിഞ്ച് ഓഫ് സോൾട്ട്, കാരണം ഓൾറെഡി നമ്മുടെ മാരിനേഷണൽ സോൾട്ടും ഉണ്ട്. നമുക്ക് അധികം സോൾട്ട് വേണ്ട. അപ്പോൾ നമ്മൾ മാരിനേഷൻ ഓൾറെഡി റെഡിയാണ്. അതിൽ സോൾട്ട്, പെപ്പർ, മസ്റ്റേർഡ് പൗഡർ, പാഴ്സ്ലി, കുറച്ച് ഗാർലിക്, ലെമൺ ജ്യൂസ് ഇട്ടു. കുറച്ച് ഓയിൽ കൂടി ഇട്ട് അതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യുന്നു. ഇത് ലാസ്റ്റ് സ്റ്റേജിൽ അതിൻ്റെ ക്രംബ് മുകളിൽ കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് പാഴ്സ്ലി, ബ്രെഡ്, ലേശം തൈമും എടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് ഓയിൽ നമ്മൾ ഒരു ക്രംബ് ചെയ്യുന്നുണ്ട്. ഈ ഫിഷ് മാരിനേറ്റ് ചെയ്ത് ഗ്രില്ല് ചെയ്യുന്ന ശേഷം മുകളിലാണ് ഒരു ക്രംബാണ്. അതിനൊരു ഹെർബ് ഫ്ലേവർ കൊടുക്കാനായിട്ട് നമ്മൾ കുറച്ച് ഹെർബ്സ് അതിലിട്ടു. ബാക്കി നമ്മൾ ഫിഷ് എന്താ മാരിനേറ്റ് ആയി കഴിഞ്ഞു. സോ ഫിഷ് മാരിനേറ്റ് കഴിഞ്ഞു, ക്രംബ് റെഡി ആയി കഴിഞ്ഞു, വെജിറ്റബിൾ ബോയിൽ ആയി കഴിഞ്ഞു. നമ്മൾ ഫാസ്റ്റായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സംസാരത്തിൻ്റെ ഇടയിൽ ഡ്രസ്സിങ് റെഡി ആയി കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ചപ്പാത്തി. ഇന്ന് രാവിലത്തെ ചപ്പാത്തി കയ്യിരിക്കുകയാണ്. ചപ്പാത്തി ഞാൻ അതിനെ തിന്നായിട്ട് ഷ്രെഡ് ചെയ്യാണ്. കൊത്തു പൊറോട്ടയുടെ ഒരു ലെവൽ വരെ പോകുന്നില്ല, എന്നാൽ എന്താണ് ഒരു വേരിയേഷൻ. കൊത്തു പറയുമ്പോൾ ഇതിനെ പിന്നെയും ഫൈനായിട്ട് കൊത്തി അരിഞ്ഞ് ഇതൊരു നൂഡിൽസ് എന്ന് വേണമെങ്കിൽ പറയാം. ചപ്പാത്തി നൂഡിൽസ് ആണെങ്കിൽ പറയാം. അത് റെഡിയായി കഴിഞ്ഞാൽ അതിൽ കുറച്ച് വെജിറ്റബിൾ എന്തെങ്കിലും, ഞാനൊരു ക്യാബേജിൻ്റെ ചെറിയൊരു പീസ് എടുക്കുന്നുണ്ട് ഒന്ന് കളർഫുൾ ആക്കാനായിട്ട്.
നൈഫ് തന്നെ നല്ല ഷാർപ്പായതുകൊണ്ട് അധികം ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നീങ്ങി പോകുന്നുണ്ട്. കുറച്ച് കളർഫുള്ളായിട്ട് കുറച്ച് വെജിറ്റബിൾ, ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഇതിൽ ഒരു എന്താ പറഞ്ഞ ഒരു കുറച്ചൊരു ചൈനീസ് ഇന്ത്യൻ ഫ്ലേവർ ആയിരിക്കും. സോസ് ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു, അപ്പോൾ ഏതൊക്കെ സോസാണ്? കുറച്ച് കെച്ചപ്പ് ഉണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ചൈനീസ് സോസ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, എന്നാൽ ചൈനീസ് സോസ് എല്ലാം എടുക്കും. നമുക്ക് ഓരോരോ ഡ്രോപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഫ്യൂഷൻ ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒന്ന് തായ് ആണെങ്കിൽ മറ്റേ പ്യുവർ വെസ്റ്റേൺ ആയി. അപ്പോൾ കഴിക്കുമ്പോൾ ജിഞ്ചറിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് എവിടെയെങ്കിലും കിട്ടും. അപ്പോൾ ജിഞ്ചറും ഗാർലിക്കും ആദ്യം നമ്മൾ ഇടുന്നു. ഇതിൽ നമ്മൾ വെജിറ്റബിൾ കുറേ നേരം അതിനെ കുക്ക് ചെയ്യുന്നില്ല, കാരണം ഇതിൻ്റെ കുക്കിംഗ് പ്രോസസ് വളരെ കുറച്ചാണ്. ഈ വെജിറ്റബിൾ ഒന്ന് വാടി കിട്ടാനുള്ള സമയം പോകാൻ പാടില്ല. നമുക്ക് വേറെ ഇനി സ്പൈസസ് ആയിട്ട് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതൊന്ന് ഡാർക്ക് സോയാണ്, കാരണം കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് അധികം ഫ്യൂ ഡ്രോപ്സ് ആഡ് ചെയ്യും, കാരണം സോയ ഓൾറെഡി പഞ്ചൻ്റാണ്. അതുകൊണ്ട് ലൈറ്റാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആഡ് ചെയ്യും. ഡാർക്കാണ് വളരെ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ വെജിറ്റബിൾ അതിന് വേണ്ടിയുള്ള ഇല്ല, ജസ്റ്റ് വളരെ. ഇനി നമ്മൾ ക്യാരറ്റ് യൂസ് ചെയ്യാം. നമ്മളിപ്പം ഇത് ഓൾറെഡി നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ലേശം കെച്ചപ്പ്. ഇതൊരു സൈഡ് ഡിഷാണ്, അപ്പോൾ നമുക്ക് അധികം സോസ് ചെയ്യാൻ നിർബന്ധമില്ല. ഷേസ്വാൻ സോസ് ഉണ്ട്, അത് ചൈനീസ്. ഈ ചില്ലിയുടെ തന്നെ ഒരു നല്ലൊരു അരച്ചിട്ടുള്ള സോസാണ്. ചിങ്സ് ഷേസ്വാൻ സോസാണ് നമ്മൾ ആഡ് ചെയ്തു. ഇനി സോൾട്ട് ആഡ് ചെയ്യാം. അത് വെജിറ്റബിളെല്ലാം വാടിക്കഴിഞ്ഞു, അത് മതിയാവും. ഇനി നമ്മൾ ചപ്പാത്തി ലാസ്റ്റ് സ്റ്റേജിലിടുകയാണ്. ഇതൊരു എത്ര പേർക്ക് ഉള്ളൂ? ഇത് നമ്മളിപ്പം ഒരു 3 പേർക്ക് എന്തായാലും കഴിക്കാൻ പറ്റും. ചെറിയുള്ളതെങ്കിൽ ചെറിയ ആൾക്കാർ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 4 പേർക്ക്. ഈ ചപ്പാത്തി നമുക്ക് കണ്ടമാനം എന്താണ് മോയിസ്റ്റായി പോകാൻ പാടില്ല. ലേശം എന്താണ് ഈ എരിയും ഈ ഒരു ഇതും ചപ്പാത്തിയുടെ റീമോഡിഫിക്കേഷനാണ്. ചപ്പാത്തി തന്നെയാണ് നമ്മൾ എന്ത് പറഞ്ഞാൽ. ബട്ട് വി നീഡ് ടു മേക്ക് ഇറ്റ് എന്താണ് ആ ഒരു ഫ്ലേവർ ചപ്പാത്തിക്ക് കിട്ടണം. അപ്പോൾ ഒരു ടെക്സ്ചറിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചോപ്പ് കൊറിയാണ്ടർ ആഡ് ചെയ്യാം. നമ്മുടെ തീ ഓഫ് ചെയ്ത് കുഴപ്പമില്ല. ബാക്കി സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം വെജിറ്റേറിയനായിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇപ്പം അലക്സിന് ചിക്കനൊക്കെ നമുക്ക് കറി ബാക്കിയുണ്ടെങ്കിൽ, ചിക്കൻ കറി ബാക്കിയുണ്ടെങ്കിൽ ഈസി ആയിട്ട് കുറച്ച് ചിക്കൻ റെഡി ചെയ്ത് കുറച്ച് സോസോടെ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് മൊത്തത്തിലൊരു വേറൊരു